തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. 5 വർഷത്തെ UDFൻ്റെ ഭരണം ജനങ്ങൾ സമ്പൂർണ്ണമായി അംഗീകരിക്കുന്നു, സന്തോഷത്തോടു കൂടി എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. അതോടൊപ്പം LDF UDF ഭരണസമിതിക്കെതിരെയും അതിൻ്റെ ഭാരവാഹികൾക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങൾ മുഴുവനും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവാണ് തെരഞ്ഞെടുപ്പ് ഫലം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു പ്രത്യേകത, ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF തീരുമാനിച്ചതും പ്രവർത്തിച്ചതും. പക്ഷേ LDF ഭരണപരമായ സൗകര്യങ്ങളെ സഹായം ചെയ്തുകൊണ്ട് വോട്ട് വിലക്ക് വാങ്ങാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന LDFൻ്റെ മെമ്പർമാർ 5 വർഷവും ഉന്നയിക്കാത്ത ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഉന്നയിച്ചത്. അത് കേവലം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചു. ഭരണസമിതിയിലുണ്ടായിരുന്ന ചില ഭാരവാഹികളെ പ്രത്യേകമായി ഉന്നം വെച്ചുകൊണ്ട് വ്യക്തിപരമായി വ്യക്തിഹത്യ നടത്തുന്നതിനു വേണ്ടിയും യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വളരെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയൊക്കെ ഇടതുപക്ഷം വളരെ തരംതാണ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ജനങ്ങൾ നൽകിയ അതിശക്തമായ വിയോജിപ്പും അവരുടെ പ്രതികരണവുമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ പ്രകടമായത്. ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, LDFൻ്റെ കൈവശമുള്ള സീറ്റുകൾ UDF തിരിച്ചു പിടിക്കും. എന്നാൽ LDFന് അവരുടെ കൈവശമുള്ള സീറ്റുകൾ നിലനിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ UDFൻ്റെ സ്വപ്നമാണെന്നും സ്വപ്നം കാണാനൊക്കെ ഉള്ള അവകാശവും അധികാരവും എല്ലാവർക്കും ഉണ്ട് എന്ന രൂപത്തിൽ പരിഹസിക്കാനാണ് CPM ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ ഈ പഞ്ചായത്ത് സംവിധാനം തുടങ്ങിയ കാലം മുതൽ അവർ കൈവശം വെച്ച് പോന്നിരുന്ന നിരവധി വാർഡുകൾ UDF തിരിച്ചു പിടിക്കുകയുണ്ടായി. 5 വാർഡുകളാണ് LDFൻ്റെ കൈവശം ഉണ്ടായിരുന്നത് UDF തിരിച്ചു പിടിച്ചത്. ഒരു അട്ടിമറി വിജയമാണ് UDF പഞ്ചായത്തിൽ നേടിയത്. കഴിഞ്ഞ 5 വർഷം 13 അംഗങ്ങളെയും കൊണ്ട് ഭരിച്ചിരുന്ന ജനാധിപത്യ മുന്നണി ഇപ്പോൾ 17 അംഗങ്ങളെയും കൊണ്ട് ഭരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പ്രാതിനിധ്യം വളരെ വലിയ തോതിൽ ഉയർത്താൻ വേണ്ടി സാധ്യമായിട്ടുണ്ട്. ഇനിയും ഐക്യജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷം സ്വീകരിച്ച അതേ നയവും സമീപനവും സ്വീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളിൽ ഒരു വിവേചനവും വെച്ച് പുലർത്താതെ, സാമ്പത്തികമായ നടപടിക്രമങ്ങളിൽ ഒരു തരത്തിലുള്ള അഴിമതിയും നടത്താതെ, മറ്റ് ആനുകൂല്യങ്ങളുടെ വിതരണത്തിൽ സ്വജനപക്ഷപാതം കാണിക്കാതെ വളരെ സുതാര്യമായ ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഭരണ സംവിധാനവുമായി UDF മുന്നോട്ട് പോകും. CPM ചെയ്തത് വ്യക്തിഹത്യ നടത്തിയത്. ഞങ്ങൾ 24 വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും, ഈ പല സ്ഥാനാർത്ഥികളുണ്ട്, LDFൻ്റെ ഉണ്ട്, BJPയുടെ ഉണ്ട്, അങ്ങനെ പല സ്ഥാനാർത്ഥികളുണ്ട്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പോലും വ്യക്തിപരമായി ഞങ്ങൾ പരാമർശം നടത്താത്ത രീതിയിലുള്ള ഞങ്ങളുടെ വികസന നേട്ടങ്ങളാണ് പറഞ്ഞത്. അവർ വ്യക്തിപരമായി ഒരു വ്യക്തിയുടെ സ്വത്തിനെ പറ്റി പറയുക, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ യാത്രകളെ പറ്റി പറയുക, അത്തരം രീതിയിലേക്ക് CPM തരം താന്നു. അതുകൊണ്ടാണ് ഇത് ഞങ്ങളുടെ നേതാക്കന്മാരുടെയൊക്കെ പിന്നെ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിച്ച് ഞങ്ങളൊരു ജനകീയ ഭരണം തന്നെ ഇവിടെ കാഴ്ചവെക്കും. ഒന്നും അകലെയല്ല, ചില സ്വപ്നങ്ങൾ വൈകിയേക്കാം, പക്ഷേ അസാധ്യമല്ല പുതിയൊരു തുടക്കം കരുതലോടെ.
അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.